ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഹർഷൻ വക്കീൽ വാദിച്ചതിന് ശേഷം എതിർഭാഗം വക്കീൽ വാദിക്കുകയാണ്. എതിർ വക്കീൽ പറയുന്നു, പ്രൊഫസർ അത്ര നല്ലവനും നിഷ്കളങ്കനുമൊന്നുമല്ല. പ്രൊഫസർ ആണെന്ന് കരുതി കൊലപാതകം ചെയ്യത്തില്ല എന്നൊക്കെ ചോദിക്കാണ്. ധ്രുവന്റെ പേരിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത് ഇദ്ദേഹത്തിന്റെ മകൾ ഗൗരിയാണ്. അല്ലാതെ തന്നെ ധ്രുവനുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ ധ്രുവനെ രക്ഷിക്കാൻ ശ്രമിച്ചതാണെങ്കിൽ ഈ മഴയുള്ള സമയത്ത് ആ മലമുകളിലാണെങ്കിൽ പ്രൊഫസർ എന്തിനാണ് പോയതെന്ന് ചോദിക്കുന്നു. അതിന് മാത്രം എനിക്ക് വ്യക്തമായ ആൻസർ വേണമെന്നൊക്കെ വക്കീൽ പറയാണ്. ഹർഷൻ വക്കീല് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് പറയാണ്, പ്രൊഫസർ ധ്രുവനെ കൊന്നതിന് ഒരു തെളിവുമില്ല എന്ന്, പോലീസിന്റെ കയ്യിൽ പോലും ഒരു തെളിവുമില്ല എന്ന് പറയുന്നു. എതിർഭാഗം വക്കീൽ അപ്പോൾ പറയാണ്, ഈ കേസിന്റെ ഡോക്യുമെന്റ്സ് ആണെങ്കിൽ എനിക്ക് കൂടുതൽ ഇനിയും പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഒരു ദിവസത്തെ സമയം അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ കോടതിയാണെങ്കിൽ ഒരു ദിവസത്തെ സമയം അനുവദിക്കുകയാണ്. കേസ് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. നന്ദിനി അമ്മയ്ക്കും ഗൗരിക്കുമൊക്കെ സങ്കടമാകുന്നു. പ്രൊഫസർ വീണ്ടും ജയിലിലേക്ക് പോകുന്നു. നന്ദിനി അമ്മയും ആദർശമാണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, പ്രൊഫസർ എവിടെയെന്ന്, കേസിൽ നിന്നും രക്ഷപ്പെട്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. മുത്തശ്ശി അപ്പോൾ സങ്കടത്തോടെ ചോദിക്കുകയാണ്, എന്റെ മകൻ രക്ഷപ്പെടില്ല എന്നൊക്കെ. നന്ദിനി അമ്മ അപ്പോൾ മുത്തശ്ശിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വേണു ചോദിക്കുകയാണ്, കോടതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നടക്കുന്നത്? കേസ് പഠിക്കാൻ വേണ്ടി ഒരു ദിവസം കൂടെ മാറ്റിവെക്കുന്നു. നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു കുട്ടി പഠിച്ചില്ല എന്ന് പറഞ്ഞ് പരീക്ഷ മാറ്റിവെക്കുമോ? പിന്നെന്താണ് കോടതിയിൽ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുകയാണ്. ആദർശ് അപ്പോൾ പറയുന്നുണ്ട്, കോടതിയിൽ ഇങ്ങനെയൊക്കെയാണെന്ന്. വേണിയാണെങ്കിൽ ആരതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കി വെക്കാത്തതിന്റെ പേരിലൊക്കെ. ഗൗരി കമലേട്ടത്തിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കമലേട്ടത്തി വിഷമിച്ചിരിക്കുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ കമലേട്ടത്തി പറയാണ്, ഞാനാണെങ്കിൽ നിന്റെ അച്ഛൻ രക്ഷപ്പെടരുതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇവിടുത്തെ അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടാണെന്നൊക്കെ പറയുന്നു. എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയാണ്. ഗൗരി അപ്പോൾ പറയാണ്, ഒരാളുടെ സമ്മതമില്ലാതെ നിർബന്ധിച്ച് പ്രാർത്ഥിക്കുന്നതൊന്നും ദൈവം കേൾക്കില്ല എന്നൊക്കെ. പിന്നീട് ഗൗരിയാണെങ്കിൽ ശങ്കറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശങ്കറാണെങ്കിൽ തലവേദനിച്ചിരിക്കുകയാണ്. ഗൗരി എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. ശങ്കർ അപ്പോൾ പറയണ, കോടതിയിൽ പോയാൽ എന്ത് തലവേദനയാണ്, രണ്ടു വക്കീലും വാദിക്കുന്നത് നമുക്ക് ശരിയാണെന്ന് തോന്നും, ഒരു രാഷ്ട്രീയക്കാരെ പോലെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. എല്ലാം കൂടെ കേട്ടിട്ട് തലവേദനിക്കുകയാണെന്നൊക്കെ പറയുന്നു. ഗൗരി അപ്പോൾ ബാം കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട്. ശങ്കർ വേണ്ടാന്ന് പറയാണ്. ഗൗരി ധ്രുവന്റെ കാര്യം ശങ്കറിനോട് പറയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നൊരു ബഹളം കേൾക്കുന്നു. ആ ബഹളം കേട്ടുകൊണ്ട് ശങ്കർ വെളിയിലേക്ക് പോകുന്നു. ശങ്കർ ആണെങ്കിൽ താഴെ ചെല്ലുമ്പോൾ ശേഖറും അവിടെ ഉണ്ടായിരുന്നു. എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. ശേഖരനാണെങ്കിൽ ഒരാളെ ചൂണ്ടിയിട്ട് പറയാണ്, ഇവനാണെങ്കിൽ നമ്മുടെ ബാറിൽ ജോലി ചെയ്യുന്നവനാണ്, ഇവന്റെ കൂടെ നിൽക്കുന്നത് അവന്റെ ഭാര്യയാണ്. ഇവന്റെ ഭാര്യയാണെങ്കിൽ കുറച്ചു നാളായിട്ട് ഇവനെ പറ്റിച്ചിട്ട് വേറൊരാളുടെ കൂടെ ആയിരുന്നു, ഇവനെ നൈസായിട്ട് തേച്ചെന്നൊക്കെ പറയുന്നു. അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അച്ഛനെ കാണാൻ വന്നതാണെന്ന് പറയുന്നു. ശങ്കർ അപ്പോൾ പറയാണ്, ഇതിനൊക്കെ എന്തിനാണ് മഹാദേവനെ കാണുന്നതെന്ന്. അതിനുശേഷമാണെങ്കിൽ തോക്കെടുത്ത് ആ പുള്ളിക്കാരന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അയാളോട് പറയാണ് ഭാര്യയെ വെടിവെച്ച് കൊല്ലാനെന്നൊക്കെ. അയാളാണെങ്കിൽ ഭാര്യയെ തോക്ക് ചൂണ്ടുന്നുണ്ട്. അതിനുശേഷം എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്നു. ആ തോക്കാണെങ്കിൽ ശങ്കർ വാങ്ങിയിട്ട് ആ പെണ്ണിന് നേരെ ചൂണ്ടുകയാണ്. ശേഖർ അപ്പോൾ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ പോകുന്നതെന്ന്, നീ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറയുന്നു. ശങ്കർ അപ്പോൾ തോക്ക് ചൂണ്ടിക്കൊണ്ട് പറയാണ്, ഇവളൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല, ഭർത്താവിനെ നൈസായിട്ട് തേച്ചവളാണ്, ഇങ്ങനെയുള്ളവരൊന്നും ഭൂമിയിൽ വേണ്ടാന്ന് പറയുന്നു. താഴെ നടക്കുന്ന സംഭവം എല്ലാം ഗൗരി മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.